ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ചെമ്മീൻ ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാട്ടോ. അപ്പം നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോവാം. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു പാൻ എടുത്തിട്ട് ചെമ്മീൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് കോക്കനട്ട് ഓയിൽ ഒരു 2.5 ടേബിൾ സ്പൂണോളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതൊന്ന് ചൂടായി വരട്ടെ. പിന്നെ നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത് വെച്ചാൽ 2.5 തക്കാളി ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 4 വലിയ ഉള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. മല്ലിയില, പുതിനയുടെ ഇല, കറിവേപ്പിൻ്റെ ഇല, പിന്നെ ചെമ്മീനില്ലേ ഞാൻ തലേ ദിവസം 1 കിലോ ഉണ്ടാവും കേട്ടോ. ഞാൻ ഉപ്പും മഞ്ഞളും കുരുമുളകും അതുപോലെ തന്നെ മുളക് പൊടിയും ഇട്ടിട്ട് നല്ലതുപോലെ മാഗ്നേറ്റ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചതാട്ടോ. പിന്നെ ഇതിലോട്ട് ഒഴിച്ചെടുത്തിട്ടുള്ളത് കോക്കനട്ട് ഓയിൽ ഞാൻ തലേ ദിവസം കുറച്ച് ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ഓയിൽ കൂടിപ്പോയി. അപ്പോൾ അതാട്ടോ ഞാൻ ഇതിലോട്ട് എടുത്ത് ഒഴിച്ചിട്ടുള്ളത്. അതാ കളർ വ്യത്യാസം. അപ്പം ഞാൻ ഇതിലോട്ട് കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ടിട്ട് നമുക്കിതൊന്ന് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് പിന്നില്ലേ നമ്മള് ചെമ്മീൻ ഫ്രൈ ചെയ്യുമ്പോഴേ നല്ലതുപോലെ ഡ്രൈ ആയിട്ട് ഫ്രൈ ആക്കണം കേട്ടോ. അപ്പോൾ ചെമ്മീൻ ഭയങ്കര ഉറപ്പവും അതേപോലെ തന്നെ കഴിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ നമ്മൾക്ക് ചെമ്മീൻ്റെ മസാലയുടെ ഒന്ന് കളറൊക്കെ ഒന്ന് ചെറുതായിട്ട് മാറി കിട്ടിയാൽ മതി. അതല്ലാതെ ചെമ്മീൻ്റെ കളറ് മാറണ്ട കേട്ടോ. നല്ലതുപോലെ മസാല ഒന്ന് നമുക്ക് മൂത്ത് വരില്ലേ, ആ ഒരു പാകത്തിനാവുമ്പോൾ മാറ്റിയാൽ മതി കേട്ടോ. അല്ലാതെ നല്ലതുപോലെ ഡ്രൈ ആക്കിയിട്ട് എടുക്കണ്ട കേട്ടോ. അപ്പം ഞാനിതിൻ്റെ മസാല ഒക്കെ ഒന്ന് മൊരിഞ്ഞ് വരുന്ന വരെ വെയിറ്റ് ചെയ്യുന്നു. പിന്നില്ലേ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ തീരെ ഫ്ലെയിം കൂട്ടിയിട്ട് ചെയ്യരുത് കേട്ടോ. ഫ്ലെയിം എപ്പോഴും കുറച്ചിട്ടിട്ട് വേണം നമ്മൾ ചെയ്തെടുക്കാൻ. അല്ലെങ്കിൽ നമ്മുടെ മസാല അല്ലേ ഒരു കൈപ്രസം വന്നു പോവും. എല്ലാം കരിഞ്ഞിട്ടേ പെട്ടെന്ന് മസാല കരിഞ്ഞു പോവും. അപ്പോൾ നമ്മൾ ഇതിലോട്ട് വേറെ വെള്ളമൊന്നും ചേർക്കുന്നില്ലല്ലോ. ചെമ്മീനിലുള്ള വെള്ളം കൊണ്ട് മാത്രമാണ് നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ തീയൊക്കെ കൂട്ടി വെച്ചിട്ട് പോയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. അപ്പൊ നമ്മളില്ലേ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ തന്നെ നമ്മുടെ ബിരിയാണി നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. മസാല ഒക്കെ ഒന്ന് നല്ലതുപോലെ ഫ്ലെയിം ഒക്കെ കുറച്ചിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിലുണ്ടല്ലോ, അപ്പോൾ മസാല ഒക്കെ കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. പിന്നില്ലേ നമ്മള് ഫിഷിന്റെ എന്ത് ബിരിയാണി ഉണ്ടാക്കുമ്പോഴുണ്ടല്ലോ, നമ്മൾ ഗരം മസാല പരമാവധി കുറച്ചിട്ട് കൊടുക്കുക കേട്ടോ. ഒരു 1/4 ടീസ്പൂണിനെക്കാട്ടും കുറവ് ഇട്ട് കൊടുത്താൽ മതി. എന്നാലാണ് ആ ഫിഷിന്റെ ടേസ്റ്റ് ആ ബിരിയാണിക്ക് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ആ ഫ്ലേവർ നമുക്ക് കിട്ടില്ല. ഗരം മസാലയുടെ ഫ്ലേവർ നമുക്ക് പുറമേക്ക് ഇങ്ങനെ മുന്തി നിൽക്കുക കേട്ടോ. അപ്പം അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ട് അതിലോട്ട് ഞാൻ 2.5 ടേബിൾ സ്പൂണോളം ഗീ ഒഴിച്ചു കൊടുത്തു. പിന്നെ നമ്മൾ ഉള്ളി കട്ട് ചെയ്ത് വെച്ചില്ലേ അതും കൂടി ഇട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് ഞാൻ വാട്ടാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് വാടി വന്നിട്ടുണ്ട്. അപ്പം ഞാൻ അതിലോട്ട് നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും പിന്നെ ഒരു 5 പച്ചമുളകും കൂടി ചതച്ചിട്ട് ഞാൻ അതിലോട്ട് 3.5 ടേബിൾ സ്പൂണോളം ഉണ്ടാവും കേട്ടോ ഒക്കെ കൂടിയിട്ട്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടൊന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കുക. ഉള്ളിയൊക്കെ നല്ലതുപോലെ മൂത്ത് വന്നിട്ടാട്ടോ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഞാനത് അടച്ച് വെച്ച് ചെയ്യുന്നതൊന്നും കാണിച്ചിട്ടില്ല കേട്ടോ. കുറേ ടൈം ആവില്ലേ വീഡിയോ, അതുകൊണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ അതിലോട്ട് മല്ലിയുടെ ഇലയും പുതിനയുടെ ഇലയും ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് കോക്കനട്ട് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. 1.5 ടേബിൾ സ്പൂണോളം കോക്കനട്ട് ഓയിലും കൂടി ഒഴിച്ചെടുത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് ഒരു 3/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടെടുത്തിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ആദ്യം തന്നെ മഞ്ഞൾപ്പൊടി മാത്രം ഇട്ട് കൊടുക്കുക കേട്ടോ പൊടികളിടുമ്പോൾ. അപ്പോൾ അതിൻ്റെ കുത്തു സ്മെല്ലുണ്ടല്ലോ അതൊന്ന് പോയി കിട്ടും. മഞ്ഞൾപ്പൊടിക്കൊരു ഒരു കുത്ത് സ്മെൽ, ഒരു കുത്ത് ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ അതൊന്ന് പോകാൻ വേണ്ടി മഞ്ഞൾപ്പൊടി മാത്രം ആദ്യം ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ അതിലോട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം ഗരം മസാല കേട്ടോ. 1/4 ടീസ്പൂണും കുറവുള്ളൂ. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് അടച്ച് വെച്ചിട്ട് ഞാൻ വേവിച്ചിട്ടുണ്ടായി കേട്ടോ. പിന്നെ അത് എല്ലാം മൂത്ത് വന്നപ്പോൾ ഞാൻ അതിലോട്ട് 2.5 തക്കാളി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടില്ലേ അതും കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ചിട്ട് നമ്മൾ തക്കാളി നല്ലതുപോലെ ഉടഞ്ഞു വരണം കേട്ടോ. അപ്പോൾ തക്കാളി ഉടഞ്ഞു വരാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ നിങ്ങൾ ഉപ്പൊക്കെ ഈ സമയത്ത് നോക്കിക്കോട്ടോ. എന്നിട്ട് കുറവുണ്ടെന്നുണ്ടെങ്കിൽ ചെമ്മീനും കൂടി ഇട്ടതിന് ശേഷം നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതിയാവും കേട്ടോ. പിന്നെ ഇതൊക്കെ ഒന്ന് മിക്സ് ആയി വന്ന് ഇതിലോട്ട് ഞാനൊരു 1/4 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ടില്ലേ ഒന്നും കൂടി അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഗ്രേവിയൊക്കെ ഒരു കുറുക്ക് പരിവാകുണ്ടോ കേട്ടോ. മസാല ഒക്കെ ഒന്ന് പിടിക്കണ പരിവാകണം. അല്ലെങ്കിൽ ഡ്രൈ ആയിട്ട് നിന്നാലുണ്ടല്ലോ ചെമ്മീനിൽക്കൊന്നും ഇത് കയറില്ല, ചെമ്മീനിലുള്ള വെള്ളത്തിലോട്ട് ഇറങ്ങുകയും ചെയ്യില്ല. അപ്പോൾ ചെമ്മീൻ ഈ ഒരു പരിവാട്ടോ. കാരണം ചെമ്മീൻ ഞാൻ പറഞ്ഞില്ലേ മൂത്ത് പോകരുതെന്ന്. ചെമ്മീൻ മൂത്ത് പോകരുത്, ഇതേപോലെ ഉണ്ടാവണം കേട്ടോ. ചെമ്മീൻ മസാല മാത്രം കുറച്ച് ഡ്രൈ ആയിട്ട് ഇരിക്കാൻ പാടുള്ളൂ. ഞാൻ എന്നിട്ട് അതിലോട്ടൊരു 3 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട് പാനിൽ. അതിലുള്ള മസാല ഒക്കെ ഇങ്ങോട്ട് ഒഴിച്ചോട്ടെ എന്ന് വെച്ചിട്ടാ കേട്ടോ. അപ്പം എന്നിട്ട് ഞാൻ അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഞാൻ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ റൈസ് അടുത്ത സ്റ്റൗവിൽ റെഡിയാക്കുന്നുണ്ട്. ഇത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് മറ്റേ സ്റ്റൗവിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു സ്റ്റൗവിലോട്ട് ഞാൻ 2 ടേബിൾ സ്പൂണോളം ഗീ ഒഴിച്ചു കൊടുത്തു. പിന്നെ കോക്കനട്ട് ഓയിൽ 1.5 ടേബിൾ സ്പൂണോളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് അതിലോട്ട് നമ്മുടെ ഗ്രാമ്പു, പട്ട, ഏലക്കായ,
പിന്നെ തക്കോലം, പിന്നെ വലിയ ജീരകല്ലേ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ദേ ഗ്രാമ്പു ഇട്ട് കൊടുത്തിട്ടുണ്ട്, പട്ട ഒരു 5, 6 ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഗ്രാമ്പു ഒരു 10 ഉണ്ട്, പട്ട ഒരു 3, 4 ചെറിയ പീസ് ഉണ്ട്, പിന്നെ ഒരു തക്കോലം ഇട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ ഒരു 1/2 ടീസ്പൂണോളം വലിയ ജീരകല്ലേ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് അതിലോട്ട് ഞാൻ പിന്നെ ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ വലിയ ഉള്ളി ഇല്ലേ അത് ഒന്നൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഗീ എനിക്ക് കുറച്ച് കുറവ് വന്നപ്പോൾ ഞാനൊരു 1/4 ടീസ്പൂണോളം കൂടി ഗീ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം 3 കപ്പ് റൈസ് ഇല്ലേ, ഞാൻ 2 കപ്പാണ് ഓർത്തത്, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് കുറച്ചിട്ടുണ്ടായിരുന്നു ഗീ. അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ കൂടി ഗീ ഇട്ട് കൊടുത്ത്. ഇപ്പം ഞാൻ റൈസ് കഴുകിയതും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 3 കപ്പ് റൈസ് ഉണ്ട് കേട്ടോ, ജീരകശാല റൈസ്. ഇനി അതൊന്ന് മിക്സ് ചെയ്തിട്ട് ഇപ്പോൾ ഫ്ലെയിം ഇനി കൂട്ടി വെക്കണം കേട്ടോ. കൂട്ടി വെച്ചിട്ട് ഒരു 3 മിനിറ്റ് നല്ലതുപോലെ അതിലുള്ള വെള്ളമൊക്കെ നമുക്ക് പോയി കിട്ടണം കേട്ടോ. ഇനി 3 കപ്പ് റൈസിന് നമ്മൾ 4.5 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. 1 കപ്പിന് 1.5 കപ്പ് എന്നുള്ള ലെവലിൽ നമ്മൾ 4.5 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇത് നല്ലതുപോലെ ബോയിൽ ചെയ്തിട്ട് ഇതിൽ ബബിള് കുറച്ചീശെ വന്നു തുടങ്ങും. ആ സമയത്ത് നമ്മൾ മസാലയ്ക്ക് ഇത് മെല്ലെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. പെട്ടെന്ന് സ്പീഡിൽ ഒഴിച്ചു കൊടുക്കരുത്, അപ്പം നമ്മുടെ ചെമ്മീനൊക്കെ മേൽക്ക് പോരും. അപ്പം അതിനിങ്ങോട്ട് മെല്ലെ ഒന്നാണ്ട് ഒഴിച്ചെടുത്താൽ അതിൻ്റെ ഓയിൽ മാത്രമേ കുറച്ച് മേലേക്ക് വരുള്ളൂ കേട്ടോ. അപ്പം നമുക്ക് ഈ യെല്ലോ റൈസ് കുറച്ച് മേലും കിട്ടും. അപ്പം അങ്ങനെ ആകുമ്പോൾ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. പിന്നെ ഇതിലോട്ട് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് തിളച്ച് വരുന്ന വരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇത് തിളച്ച് വരുമ്പോൾ നമ്മൾ ഇതിലോട്ട് ലെമൺ ഇല്ലേ, ലെമൺ ഒന്ന് പിഴിഞ്ഞ് കൊടുക്കണം കേട്ടോ. ഒരു 1/2 ലെമൺ എടുത്തിട്ട് ഞാൻ പിഴിഞ്ഞ് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ദേ ഇങ്ങനെ ബബിൾ വരില്ലേ, ഈ സമയത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ മസാലയുടെ മുകളിലോട്ട് മെല്ലെ ഇതൊന്ന് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ചാൽ പെട്ടെന്ന് സ്പീഡിൽ കുത്തനൊഴിക്കരുത്, സൈഡിൽ നിന്ന് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിത് നല്ലതുപോലെ വെന്തിട്ട് ലെയർ ചെയ്യണം. അത് ഞാൻ പിന്നെ വേറെ ബിരിയാണി ചെയ്യുമ്പോൾ ചെയ്യുന്നത് കാണിക്കാം. ഇത് ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഒന്ന് ഇതുപോലെ ബബിൾ വരുമ്പോൾ മെല്ലെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കും കേട്ടോ. അപ്പം അതിൻ്റെ ഓയിൽ മാത്രം മേലേക്ക് സൈഡിലേക്ക് കുറച്ച് വരുന്നുള്ളൂ, അത് കുഴപ്പമില്ല. ഇനി 2, 3 പച്ചമുളകും കൂടി ഞാൻ അതിൻ്റെ മേലെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഞാനിതൊന്ന് ഫോയിൽ വെച്ചിട്ട് എയർ ടൈറ്റ് ആക്കിയിട്ട് ഞാനൊരു 15 മിനിറ്റ് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. 15 മിനിറ്റ് ആവും. 15 മിനിറ്റ് കറക്റ്റാണ് ടൈം ജീരകശാല റൈസിന്. ഇനി എയറൊന്നും പോവാതെ നമ്മൾ നല്ലതുപോലെ അടച്ച് വെച്ചിട്ട് വേവിക്കുക കേട്ടോ. ഇപ്പോൾ നമ്മുടെ റൈസ് വെന്തിട്ടുണ്ട്, 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിൻ്റെ മേലെ ഞാൻ നമ്മുടെ ബിസ്തല്ലേ ഉള്ളി വറുത്തത് അതിട്ട് കൊടുക്കുന്നുണ്ട്, ക്യാഷ് വറുത്തതൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഡെക്കറേറ്റ് ചെയ്യുന്നതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലുണ്ടല്ലോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ദേ നമ്മുടെ ചെമ്മീൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ.